ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തറവാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് തറവാട്ടിൽ പ്രതിഷ്ഠാ ദിനമാണ്. നമ്മളെ തറവാട് തൃക്കരിപ്പൂർ ഉത്തമന്തിൽ തറവാടാണ്. ഇതെൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് അവിടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ നമ്മളൊക്കെ അവിടത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് തൃക്കരിപ്പൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അത്ര ചെറിയ ദൂരം, ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, അധികമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോവാണ്. അച്ഛൻ നാട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ അമ്മയാണ് കാർ ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. അങ്ങനെ തൃക്കരിപ്പൂർ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. തങ്കേമുക്കാണ്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ കയറി. അപ്പോൾ ഇതാണ് ഞങ്ങളെ തറവാട്, ഉത്തമതിൽ തറവാട്. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. പുറത്ത് പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫുള്ള് അവിടെ ആളായതുകൊണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മളെ ബന്ധുക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു നാത്ത് സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് പാർക്ക് ചെയ്തത്. നമുക്കിന്ന് തോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇതാണ് നമ്മളെ ക്ഷേത്രം. അപ്പം നമുക്ക് തോവാന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ വേണ്ട നാഗാലയം ഉണ്ട്. എൻ്റെ ഫേവറേറ്റാണ് നാഗാലയം. എന്തു പറയുന്നത്, അവിടുത്തെ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തോവാൻ പോവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ആത്തൊക്കെ കയറി. പക്ഷേ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ നമ്മൾ നാഗാലയത്തിൽ കയറി. ഇതിനകത്ത് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് പറിക്കുക. ചില സമയത്ത് നമുക്ക് മഞ്ചാടിക്കുരുമൊക്കെ ഒരുപാട് കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് മഞ്ചാടിക്കുരു എടുത്തുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാനൊന്നും പറക്കാൻ നിന്നില്ല. പക്ഷേ എനിക്ക് പറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറക്കിയിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നതാണ്. നാഗാലയം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയുക, നല്ല സുഖമാണ് അതിനുള്ളിൽ കയറാനും. ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പൊതുവെ നല്ല വെയിലുള്ളതുകൊണ്ട് കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തോട്ട് നടന്നതാണ്. നമ്മൾ ഓഡിറ്റോറിയം കാണുന്നത്. അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നൊരു ഉച്ചയ്ക്കായതുകൊണ്ട് അന്നദാനം കഴിക്കാൻ വേണ്ടി പോയ കാല് പുള്ളിയിട്ട് ഓടുന്ന ഓട്ടമാണ് കണ്ടത്. ചെരുപ്പ് അവിടെ ഉരുവിച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ വിരിച്ചു. ഞാൻ വാഴയിലൊക്കെ കഴുകി. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ണിയപ്പമായിരുന്നു. സാധാരണ നമുക്ക് സദ്യയിൽ ശർക്കര ഉപ്പേരിയും ചിപ്സും കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് വരുന്നത്. പക്ഷേ എന്താ ഇവിടെ എനിക്ക് തോന്നുന്നു, അറിയില്ല, ഉണ്ണിയപ്പമായിരുന്നു കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് പ്രതിഷ്ഠാദിനത്തിൻ്റെ വകയായിരിക്കും. എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആക്കിയതാണ്. എന്താണെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ണിയപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്ര സോഫ്റ്റ് അല്ലെങ്കിൽ പോലും കുറച്ച് ഭയങ്കര ഹാർഡായിരുന്നില്ല, കുറച്ച് സോഫ്റ്റ് തന്നെയായിരുന്നു. ഫുൾ സോഫ്റ്റ് ഒന്നുമല്ല. പിന്നെ അച്ചാർ വന്നു. പിന്നെ പെരക്ക് വന്നു. പെരക്കാണോ ഓലനാണോ ഇടോട്ടുണ്ട്, രണ്ടും ഉണ്ടായിരുന്നു. എനിക്കത് വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വരുന്നില്ല. എനിക്കൊന്ന് ഓലനായിരിക്കുന്നു. പിന്നെ കൂട്ടുകറി വന്നു. പിന്നെ അവിയൽ വന്നു. അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പായസം കിട്ടിയായിരുന്നേ. പക്ഷെ പായസം കുടിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവിയൽ വന്നു, പപ്പടം വന്നു, ചോറ് വരുന്നുണ്ട്. അങ്ങനെ ചോറ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പായസം കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു സദ്യയായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കവാടം പോലെ കയറുന്നതിലൊരു വരാന്തയുണ്ട്. അതിൻ്റെ അടുത്തെല്ലാം ഓരോ ശിലാകൃഷ്ണങ്ങളായിട്ട് ഓരോരോ ആർട്ടുകളുണ്ട്. അതൊക്കെ ഞാൻ പതിയെ കാണിച്ചു തരാവേ. അങ്ങനെ ചോറ് വന്നു. ചോറൊക്കെ ഞാൻ കഴിച്ചു. രസവും മോരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വന്നു. ഒന്നും വീടെടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കലകൾ. അവിടെ ഒരു ക്ഷേത്രപാലകൻ്റെ ഒരു കൊത്തുപോലത്തെ ചിത്രമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.